നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ധർമ്മസ്ഥലയിൽ വീണ്ടും വൻ ട്വിസ്റ്റ്. ബംഗ്ലേഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ. ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിറ്റൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത്. പീച്ചിയിലെ പോലീസ് മർദ്ദനത്തിൽ ഇന്ന് നടപടിക്ക് സാധ്യത. മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തേക്കും. മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. ഇന്ത്യയെയും റഷ്യയെയും വീണ്ടും ലക്ഷ്യമിട്ട് US ഭരണകൂടം. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ്. ബ്രിക്സ് ഉച്ചകോടി ഇന്ന് ഓൺലൈനായി ചേരും. ബ്രസീൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെ അംഗരാജ്യങ്ങൾ നിലപാട് സ്വീകരിച്ചേക്കും. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തുടർച്ചയായി ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗം നിർണായകമാകും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. മത്സരം NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിൽ. പോളിംഗ് രാവിലെ 10 മുതൽ 5 വരെ. ഇലക്ട്രൽ കോളേജിൽ ഉള്ളത് 782 പേർ. NDAയ്ക്ക് 426 MPമാരുടെ പിന്തുണ. തൃശൂരിൽ ഇന്ന് പുലി ഇറങ്ങും. സ്വരാജ് റൗണ്ടിൽ ഇറങ്ങുക 9 സംഘങ്ങളിലായി 450ലേറെ പുലികൾ. പുലിക്കളി ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം തൃശൂരിൽ. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജികൾ പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ച്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിൽ നിന്ന് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും തടയണമെന്ന ആവശ്യം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രക്കിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കേരള കോൺഗ്രസ് നേതാവായിരുന്ന OV ലൂക്കോസിന്റെ മകനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ധർമ്മസ്ഥലയിൽ വീണ്ടും വൻ ട്വിസ്റ്റ്. ബംഗ്ലേഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിറ്റൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, ആദ്യം തന്നെ വലിയ ട്വിസ്റ്റ് വന്ന സ്ഥലമാണ് ധർമ്മസ്ഥല. ഇപ്പോൾ ബംഗ്ലേഗുഡയിൽ നിന്നും SIT നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി, ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം ആരംഭിച്ച് 52ാം ദിവസമാണ് ഇപ്പോൾ വലിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് SIT ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബംഗ്ലേഗുഡെ എന്ന് പറയുന്ന, അത് ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു സ്ഥലമാണ് ഈ ബംഗ്ലേഗുഡെ. ഇവിടെ 11A എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നേരത്തെ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും അതോടൊപ്പം ഒന്നിലേറെ അസ്ഥികൂട അവശിഷ്ടങ്ങളും ലഭിച്ച ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനം. അതായത് 5ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് ഈ ചിന്നയ്യ എന്ന് പറയുന്ന മുൻ ശുചീകരണ തൊഴിലാളി ഹാജരാക്കിയ തലയോട്ടി, ആ തലയോട്ടി ഈ ബംഗ്ലേഗുഡെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കൊണ്ടുവന്നതെന്നാണ് SIT കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മറ്റ് പൂർണ്ണ അസ്ഥികൂടങ്ങൾ കണ്ടെത്താനായി മഹസർ തയ്യാറാക്കാനും എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പുറത്തു വരുന്നത്. ഈ വിട്ല ഗൌഡ എന്ന് പറയുന്ന, അതായത് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരനാണ്. ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരമാണ് ഈ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ പരിശോധന നടത്തിയതും ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SIT ഇന്ന് ഈ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തുമെന്നാണ്. ഇവിടെ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് വിട്ല ഗൌഡയും വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ഉണ്ട്. ഈ ചിന്നയ്യ എന്തുകൊണ്ട് ഈ സ്ഥലം കൃത്യമായി കാട്ടിക്കൊടുത്തില്ല, SIT കാട്ടിക്കൊടുത്തില്ല എന്ന ഒരു ചോദ്യം കൂടി
ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയാണ് ധർമ്മസ്ഥലയിലുള്ളത്. ഇതിനിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, മലയാളിയും യൂട്യൂബറുമായ മനാഫിനെ ഇന്ന് SIT സംഘം ചോദ്യം ചെയ്യുന്നു എന്നതാണ്. മനാഫ് ഇപ്പോൾ ബെൽത്തങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് SITയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളുണ്ടോ അതൊക്കെ ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാക്കണമെന്നാണ് ഈ നോട്ടീസിൽ നൽകിയിരിക്കുന്ന മനാഫിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ ഇന്ന് കൈമാറുമെന്നാണ് മനാഫും വ്യക്തമാക്കിയിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ മനാഫ് SIT ഓഫീസിൽ എത്തി ഇത്തരം തെളിവുകൾ കൊടുക്കും. ഏതായാലും നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ മഹേഷ് ഷെട്ടി, തിമിരോടി, ജയന്ത്, ഇത്തരത്തിൽ അഭിഷേക് തുടങ്ങിയ എല്ലാവരെയും SIT ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഏതായാലും രണ്ടാം ഘട്ടം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത. ആ സ്ഥലം വീണ്ടും പരിശോധിച്ചേക്കാമെന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ സ്ഥലം വിശദമായി പരിശോധിച്ചാൽ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ വിട്ടൽ ഗൌഡ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആ സ്ഥലം കൂടുതൽ പരിശോധിക്കാൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ടെന്ന ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 10 മണിയോടുകൂടി തന്നെ ഒരു സംഘം ഇവിടെ എത്തി കുഴിച്ച് പരിശോധന നടത്താനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും 5ഓളം മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ചത്. നേരത്തെ 11A എന്ന് പറയുന്ന സ്ഥലം ഇതേ ബംഗളഗുഡയിലാണ് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ്. അവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും അതോടൊപ്പം ഒരുപാട് അസ്ഥികൂടങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ SIT നടത്തിയ പരിശോധനയിൽ ലഭിച്ച അസ്ഥികൂട ആവശ്യങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ ആവശ്യങ്ങൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഇന്ന് തന്നെ അയക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സ്ത്രീകളുടെ മൃതദേഹ ആവശ്യങ്ങൾ കൂടി ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അശ്വതി, ബൈജു, ഈ വിറ്റൽ ഗൌഡ സൗജന്യയുടെ ബന്ധു ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും അധികം മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഈ അന്വേഷണത്തിലുള്ള പങ്ക്, കേസന്വേഷണത്തിലുള്ള പങ്ക് അത് എത്രത്തോളമാണ്? ഇന്ന് അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഇയാൾക്കൊപ്പമാകുമോ അന്വേഷണ സംഘം എത്തുക? തീർച്ചയായും അശ്വതി, ഇതിൽ SIT നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ മുൻ ശുചീകരണ തൊഴിലാളിയായ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ചിന്നയെ ഹാജരാക്കിയ തലയോട്ടി അത് വിട്ടൽ ഗൌഡ ഇത്തരത്തിൽ ഈ ബംഗളഗുഡയിൽ നിന്നും ഇയാൾക്ക് എടുത്തുകൊടുത്തതെന്നാണ്. അങ്ങനെയാണ് ഈ ബംഗളഗുഡയിലേക്ക് SIT സംഘം ഈ വിട്ടല ഗൌഡയുമായി പോകുന്നതും അവിടെ നിന്നും ഇതിന്റെ മറ്റ് ആവശ്യങ്ങൾ, അതായത് തലയോട്ടി മാത്രമാണ് ലഭിച്ചത്. ഇതിന്റെ കൂടുതൽ പ്രത്യേക ആവശ്യങ്ങൾ കണ്ടെത്താനായുള്ള ഒരു പരിശോധന, അതോടൊപ്പം മഹസർ തയ്യാറാക്കുക ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ എത്തുന്നത്. അപ്പോഴാണ് ഈ വിട്ടൽ ഗൌഡ ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ പരിശോധിച്ചാൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നതും. ഇത് നേരത്തെ ഒരു യൂട്യൂബ് ചാനലിൽ ഈ വിട്ടല ഗൌഡ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് SIT ഇവിടെ ഒരു പരിശോധന നടത്തുന്നതും ഇപ്പോൾ കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചതും. എന്തായാലും ഒരു 52 ദിവസം SIT അന്വേഷണം പിന്നിട്ടിരിക്കുന്നു. ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്തിരിക്കുന്നു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധമുണ്ട്. ഈ കേസ്, അതായത് SIT അന്വേഷണം അട്ടിമറിക്കാൻ പോലും നീക്കം നടക്കുന്നുണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. ഒരുപാട് ആളുകളെ കാണാതായി എന്ന് പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും SIT അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. ആക്ഷൻ കമ്മിറ്റിക്കും SIT അന്വേഷണം നിലവിൽ തൃപ്തികരമാണ്. ഏതെങ്കിലും തരത്തിൽ NIA അന്വേഷണം വേണമെന്നൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ആക്ഷൻ കമ്മിറ്റി പൂർണ്ണമായും SIT അന്വേഷണം മതി എന്ന ഒരു നിലപാടിലെത്തുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ പരിശോധന അങ്ങനെയാണെങ്കിൽ ബംഗളഗുഡയിൽ ഇന്ന് നടക്കുന്ന പരിശോധന അത് ഈ കേസിൽ രണ്ടാം ഘട്ടം അവസാന ക്ലൈമാക്സിലെത്തുമ്പോൾ വലിയ വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് 90 ദിവസത്തിനകമാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. 52 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനി വളരെ നിർണായകമായ ഒരു സമയത്തേക്കാണ് ഇപ്പോൾ SIT അന്വേഷണം നീങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതെന്നതും പ്രത്യേകതയുണ്ട്. എന്തായാലും ഇവിടെ ഇന്ന് പരിശോധന വിശദമായി നടത്തും. വിട്ടല ഗൌഡയുമായി കൊണ്ടുപോയി തന്നെയായിരിക്കും പരിശോധന നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ രഹസ്യമായാണ് SIT വിട്ടല ഗൌഡയും കൊണ്ട് ബംഗളഗുഡയിലേക്ക് കടന്നതും ബംഗളഗുഡയിൽ പരിശോധന നടത്തിയതും. ഏതായാലും ഇപ്പോൾ ഈ കാര്യം സജീവ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ആരോപണമൊക്കെ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോഴും വളരെ നിർണായകമായിരിക്കും. ശരി ബൈജു, എന്തായാലും ബംഗളഗുഡയിലെ പരിശോധന നടക്കുമ്പോൾ അതിന്റെ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്.
പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. ദളിത് സംഘടനാ നേതാവും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ബാബുവാണ് അടൂർ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ പരാതി നൽകിയത്. കാലിലും ശരീരത്തിലും ബൂട്ടിട്ട് ചവിട്ടി മർദ്ദിച്ചുവെന്നാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ. സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി, കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം, ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ അനൂപ് ചന്ദ്രൻ SIക്ക് എന്താണ് അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്? അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം ഇനി ഇതുപോലെ സാധാരണ ഒരു ആളുകൾ വന്നാൽ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സർവീസിൽ തുടരാൻ അർഹനല്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട എന്നാണ് ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശശിനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശശി, പോലീസിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണല്ലോ. ഇപ്പോൾ ഈ പത്തനംതിട്ട അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് മർദ്ദനമേറ്റത് എന്നതാണ് പരാതി. ഈ സംഭവത്തിന് ഏത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തൊക്കെ വിശദീകരിച്ചാണ്? അശ്വതി, മെയ് 27 ഇത്തരം ഒരു പരാതി, സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട ചില പരാതിയുമായിട്ടാണ് ഈ പള്ളിക്കൽ സ്വദേശിയായ ബാബു, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അയാൾ ഒരു സമുദായ സംഘടന, ദളിത് സംഘടനയുടെ നേതാവ് കൂടിയാണ്. അടൂർ പോലീസ് എത്തുന്നു. അടൂർ പോലീസിൽ പരാതി കൊടുത്തതിനു ശേഷം സർക്കിൾ ഈ വിഷയം പരിഹരിക്കുകയും ഇരു വിഭാഗത്തെ വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനം എത്തുകയും ചെയ്തിരുന്ന സമയത്താണ് അനൂപ് ചന്ദ്രൻ SI സ്റ്റേഷനിലേക്ക് വരുന്നത്. വരുന്ന സമയത്താണ് ഈ ബാബുവിനോട് വളരെ മോശമായ രീതിയിൽ ഒരു പ്രകോപനമില്ലാതെ പെരുമാറി അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിലും ശരീരത്തിൽ ചവിട്ടുകയൊക്കെ ചെയ്തത്. എന്തായാലും കാലിന് മുറിവുകളൊക്കെ പറ്റി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ രേഖകളൊക്കെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. പക്ഷേ പോലീസിനെതിരെ അദ്ദേഹത്തിന്റെ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ പബ്ലിക് പോലീസിന്റെ മറ്റ് സഹപ്രവർത്തകരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ അദ്ദേഹത്തെ ജാതി അധിക്ഷേപം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല. SIക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ നിലവിൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേഷന് മുന്നിൽ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ SIയെ സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. ഒപ്പം ബാബു ആവശ്യപ്പെടുന്നത്. കാരണം ഒരു പരാതിയുമായി സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു പ്രകോപനമില്ലാത്ത ഒരു വ്യക്തിയെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയും ഒപ്പം ജാതീയപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നടപടിയിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സംഘടന നേതാവ് കൂടിയായ ബാബു പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ ഉയർന്നത്. സമീപകാലത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങളുടെ എല്ലാം കേസുകൾ ഓരോന്നായി പുറത്തു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഓരോ പരാതികൾ അനുഭവസ്ഥരായ ആളുകൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം SFI നേതാവായ ജയകൃഷ്ണൻ ഇത്തരത്തിൽ കോന്നി പോലീസിന്റെ ഒരു ക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ DSK ആലപ്പുഴയിലുണ്ട്. മധുബാനെതിരെയാണ് ജയകൃഷ്ണൻ പരാതി നയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പള്ളിക്കൽ സ്വദേശിയായ ബാബു പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം പോലീസിനും ഒക്കെ കൊടുത്തിട്ടും അദ്ദേഹത്തെ ഈ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥരെ അടൂരിൽ സ്ഥലം മാറ്റുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ബാബുവിലേക്ക്. എന്തായാലും കൂടുതൽ നടപടി വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അശ്വതി, ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഓരോ ദിവസവും ഒന്നിലധികം പരാതികൾ പോലീസിനെതിരെ ഉയരുന്നു എന്നുള്ളതാണ്. PGയിലെ പോലീസ് മർദ്ദനത്തിലും നടപടിക്ക് സാധ്യതയുണ്ട്. മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. ഹോട്ടൽ ഉടമയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിലാണ് നടപടിക്ക് സാധ്യത. കുന്നംകുളം മർദ്ദനത്തിൽ
സംഭവത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, പീച്ചിയിലെ സംഭവത്തിൽ വ്യക്തമായ തെളിവടക്കമാണ് ഇപ്പോൾ ഈ കേസിൽ ഹാജരാക്കിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അത് സ്റ്റേഷനിലെയും പിന്നീട് കൈക്കൂലി കൊടുക്കുന്നതിന്റെയും വീട്ടിലെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. നടപടി വൈകില്ല എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇത്രമേൽ ശക്തമായ തെളിവുകൾ വരുന്നു. അത് മാത്രവുമല്ല, ഈ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ കുന്നുംകുളമായാലും ഇപ്പോൾ അതിനെ തുടർന്ന് തൃശ്ശൂരിൽ തന്നെ പീച്ചിയിലുണ്ടാകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഈ പോലീസ് സേനയ്ക്ക് തന്നെ ആഭ്യന്തര വകുപ്പിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ നടപടികൾ വെച്ചു വൈകിപ്പിക്കുന്നത് അത് സർക്കാരിനെതിരെ തന്നെ വളരെ കൃത്യമായി തിരിയുന്ന രാഷ്ട്രീയ ആയുധമാകും എന്നതിൽ സംശയമൊന്നുമില്ല. ആ തിരിച്ചറിവ് സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് ഉടനടി നടപടികൾ എന്ന രീതിയിലേക്ക് പോകുക. മാത്രവുമല്ല, ഇത്തരം രംഗങ്ങൾ ഇതെല്ലാം തന്നെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നു. ഈ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന തലവേദനയുമുണ്ട്. അതുകൊണ്ട് നടപടികളിലേക്ക് തന്നെ വൈകാതെ കടക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പീച്ചി സംഭവത്തിൽ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിവരാവകാശ രേഖകൾ കിട്ടാൻ അയാൾ KP ഔസേപ്പ് എന്ന് പറയുന്ന പരാതിക്കാരൻ തന്നെ പലതവണ ഈ വിവരാവകാശ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ സമീപിക്കുന്നത് കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്തു. അവിടെ ഈ കേസ് പുനരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിലുള്ള നടപടികളിലേക്ക് അടക്കം കടന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് കൂടുതൽ ഭവിഷ്യത്തുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു തിരിച്ചറിവ് സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ തിരിച്ചടികൾ ലഭിക്കും മുൻപ് തന്നെ മുഖം രക്ഷിക്കുക എന്ന രീതിയിലേക്ക് നീങ്ങുവാനായിട്ട് സർക്കാർ നിർബന്ധിതമാകുകയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വൈകാതെ ആ രീതിയിലുള്ളൊരു ശുപാർശകൾ അടക്കമുണ്ടായേക്കും. ഒപ്പം അന്ന് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നുവെന്ന്, അന്ന് കമ്മീഷനായിരുന്ന അഞ്ജിത് അശോകൻ അടക്കമുള്ള ആളുകൾക്ക് ഇദ്ദേഹം ഈ ഔസേപ്പ് പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു. തനിക്ക് ലഭ്യമായ ഈ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പരാതി, അദ്ദേഹം പറയുന്നത് 5 ഷീറ്റ് പരാതി എഴുതി നൽകിയതാണ്. കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അന്ന് കൈക്കൂലി വാങ്ങിയ ആൾക്കെതിരെ പേരിനൊരു നടപടി എടുത്ത് അവസാനിപ്പിച്ചു എന്നല്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പേരിന് പോലും അന്വേഷണം എത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ നടപടികളിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്, അത് ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്, ആരിൽ നിന്നെല്ലാം ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ മൊഴികളെടുത്തു, എന്തുകൊണ്ട് പിന്നീട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചു. കാരണം പരാതി നൽകി 1 മാസം തികയും മുൻപ് തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇടയായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടുകയാണ്. പരാതി നിലനിൽക്കെ തന്നെ വളരെ രൂക്ഷമായൊരു പരാതി നിലനിൽക്കുന്നു. ഒന്ന്, ലോക്കപ്പിൽ വെച്ച് ഈ രീതിയിൽ അധിക്ഷേപിക്കുക എന്നത് അടക്കം കാര്യങ്ങൾ. മറ്റൊന്ന്, ഗുരുതരമാണ്, സർവീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കൈക്കൂലി വാങ്ങിക്കുവാൻ ഇതിലെ ഒരു ഇടനിലക്കാരനെ, പരാതിക്കാരനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ ഈ രീതിയിലുള്ള സ്ഥാനക്കയറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വന്നത്, എന്താണ് ഈ ഓഫീസറുടെ ട്രാക്ക് റെക്കോർഡ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യങ്ങളിൽ വലിയ ആക്ഷേപം ഈ ഔസേപ്പ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് മറ്റൊന്നുകൂടി ചേർക്കുന്നത്, ഈ PM രതീഷ് എന്ന് പറയുന്ന ഇപ്പോൾ CA ആയിരിക്കുന്ന ആൾ കടവന്ത്ര സ്റ്റേഷനിലാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെ ലീവായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ അവധി ഒന്നുകൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനോടൊപ്പം ചേർക്കാവുന്ന ഏറ്റവും പുതിയൊരു കാര്യം കൂടി. അശ്വതി. ശരി, ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്നും സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണം എന്നാണ് ആവശ്യം. ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട്. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ പൂക്കള വിവാദത്തിൽ BJP പ്രതിഷേധം ശക്തമാവുകയാണ്. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്കും BJP ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തും. സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചതോടെ സംഭവത്തിന് കൂടുതൽ രാഷ്ട്രീയമാനം കൈവന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി S. വിനീഷാണ് ചേരുന്നത്. വിനീഷ്, നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യം, സുരേഷ് ഗോപി അവിടേക്ക് എത്തുകയും അവിടെ ആ പൂക്കളത്തിന് സിന്ദൂരം ചാർത്തുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ടു. കൂടുതൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാർച്ചിന്റെ സമയം എപ്പോഴാണ്? പക്ഷേ ഈ അത്തപ്പൂക്കളത്തിൽ RSS ചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്ന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ BJPയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. തിരുവോണ ദിവസം കൊല്ലം മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ട സംഭവമായിരുന്നു വിവാദമായത്. സംഭവത്തിൽ
സൈനികൻ ഉൾപ്പെടെ 27 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. കലാപം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ ക്ഷേത്രമുറ്റത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുള്ള പൂക്കളമിട്ടു എന്നതാണ് കേസ്. ഈ സംഭവം വലിയ വിവാദത്തിലേക്കാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യുവാക്കൾക്ക് ഐക്യദാർഢ്യവുമായി കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയിരുന്നു. പൂക്കളത്തിൽ സിന്ദൂരം അർപ്പിക്കുകയും കേസിൽ ഉൾപ്പെട്ട സൈനികനെ പൊന്നാട അണിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. കലാപശ്രമം ഉണ്ടാക്കിയെന്ന് കാട്ടിയായിരുന്നു പൂക്കള സംഭവത്തിൽ പോലീസ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. പോലീസ് നടപടിക്കെതിരെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് BJPയും ഹൈന്ദവ സംഘടനകളും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. യുവാക്കൾക്ക് എതിരെയുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവരെ പിടികൂടാനായിട്ട് പോലീസിന്റെ സൈബർ സംഘം സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചു വരുന്നുണ്ട്. മുതുവിലക്കാട് ക്ഷേത്രഭരണ സമിതി ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അശ്വതി. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മുതൽ 5 വരെയാണ് പോളിംഗ്. ഇലക്ട്രൽ കോളേജിൽ 782 പേരാണുള്ളത്. NDAക്ക് 426 MPമാരുടെ പിന്തുണയുണ്ട്. GST പരിഷ്കരണം നടപ്പാക്കിയതിന് പ്രധാനമന്ത്രിയെ ഇന്ന് BJP MPമാർ അനുമോദിക്കും. MPമാർക്കുള്ള പരിശീലന പരിപാടിയിലാണ് മോദിയെ അനുമോദിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപ് MPമാർക്ക് BJP പരിശീലനം നൽകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൂർണ്ണസമയം പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MPമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കൂടിയാണ് യോഗം. സമൂഹമാധ്യമ ഉപയോഗം, പാർലമെന്റിലെ നടപടിക്രമങ്ങൾ എന്നിവയിലും പരിശീലനം നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ പരിശീലനം ഇന്നാണ്. ഇന്ത്യ സഖ്യത്തിലെ MPമാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് അത്താഴ വിരുന്ന് നൽകും. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ പരിഹരിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗം ഇന്ന്. സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കാനാണ് യോഗം. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കും. വസ്ത്രമേഖലയിൽ നിന്നുള്ളവർ, സൈക്കിൾ നിർമ്മാതാക്കൾ, ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. സൈക്കിളിന്റെ GST 18% നിന്ന് 5% കുറച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കളുടെ GSTയിൽ കുറവ് വരുത്തിയിട്ടില്ലെന്നാണ് സൈക്കിൾ നിർമ്മാതാക്കളുടെ പരാതി. വസ്ത്രങ്ങൾക്ക് പരിഷ്കരണ നടപടി പ്രകാരം 2500 രൂപയ്ക്ക് മുകളിൽ ഉള്ളവയാണെങ്കിൽ 18%, അതിന് താഴെയാണെങ്കിൽ 5%മാണ് GST. എന്നാൽ വസ്ത്രനിർമ്മാണത്തിനുള്ള ഫാബ്രിക്കിന് 5% GST ആണെന്നത് സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് വസ്ത്രവ്യാപാരികൾ പറയുന്നു. ഇന്ന് ബ്രിക്സ് ഉച്ചകോടി ഓൺലൈനായി ചേരും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. ബ്രസീലിലാണ് യോഗം വിളിച്ചു ചേർത്തത്. US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെ അംഗരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ട്രംപ് നിലപാട് മയപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് ഇന്ത്യൻ നീക്കം. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തുടർച്ചയായി ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധ ബിജു ആണ് ചേരുന്നത്. അജയ്, ഇന്ന് US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള നിലപാട് അത് തന്നെയാണ് ശ്രദ്ധേയം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തുടർച്ചയായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ റഷ്യ പുതിയൊരു ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ പുതിയൊരു കറൻസി രൂപീകരിക്കണം, അമേരിക്കൻ ഡോളറിന് പകരമായി ഈ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെതിരെ അമേരിക്ക ശക്തമായിട്ടുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ സംസാരത്തിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ 10% പിഴത്തീരുവയായി ചുമത്തും എന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അത് പിരിച്ചുവിടണം എന്നുള്ള കാര്യം ഉൾപ്പെടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ഭീഷണികൾ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറയുന്നത് അമേരിക്ക മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും മേൽ ചുമത്തിയിട്ടുള്ള പുതിയ തീരുവ നയങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിട്ടുള്ളത് ബ്രിക്സ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരുവ നിലവിൽ വന്നത് ബ്രസീലിനും അതുപോലെ തന്നെ ഇന്ത്യക്ക് മേലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ആതിഥേയത്വത്തിൽ ഇത്തരമൊരു ഉച്ചകോടി, ഒരു പ്രത്യേക ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തത്. ഈ വർഷം അല്ലാതെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്മേളനം റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നിരുന്നു. ഇതിൽ 11 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. എന്നാൽ അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ പുടിൻ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ
ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക. ഈ സെപ്റ്റംബർ 5-ാം തീയതിയാണ് എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക എന്നുള്ള വിവരം ഇന്ത്യ പങ്കുവെക്കുകയുണ്ടായിരുന്നത്. ഈ അമേരിക്കൻ തീരുവ പ്രഖ്യാപനം അത് ഓഗസ്റ്റ് 7-ാം തീയതി ഉണ്ടായതിനു ശേഷം ബ്രസീലിയൻ പ്രസിഡന്റായിട്ടുള്ള ലുള ഡസിൽവ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ബ്രസീലിൻ്റെയും ഇന്ത്യയുടെയും നിലപാട് ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. ഈ തീരുവ വിഷയത്തിൽ ആശങ്ക ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ നിലവിൽ ബ്രസീൽ അവരുടെ ചർച്ച അജണ്ട വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ തീരുവ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കൻ തീരുവ ഉൾപ്പെടെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. എന്നാൽ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ കുറച്ച് ജാഗ്രതയോടെയാണ് ഇന്നത്തെ നീക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പിന്മാറ്റം ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല എസ് ജയശങ്കറാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നതുൾപ്പെടെ ഇതിൽ നിലനിൽക്കുന്നു. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപെയാണ് നമുക്കറിയാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേലുള്ള ഒരു നിലപാട് മയപ്പെടുത്തി മോദി മഹാനായിട്ടുള്ള നേതാവാണെന്നും ഇന്ത്യക്ക് മേലുള്ള നിലവിലെ പ്രശ്നം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ചെറുതായിട്ടൊന്ന് നിലപാട് മയപ്പെടുത്തി ഈ ചുറ്റുപാടിൽ ആ നിലപാടിൽ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഈ തീരുവ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അയവ് വരുത്തുക, അല്ലെങ്കിൽ അമേരിക്കയുമായി നിന്നുപോയ വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈയൊരു കാര്യം കൂടി നിൽക്കുന്നത് കൊണ്ടാകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം എസ് ജയശങ്കർ യോഗത്തിൽ അതാണ് അജയ് ഒന്ന് തുടരണം. അതേസമയം വീണ്ടും ഇന്ത്യയും റഷ്യയും ലക്ഷ്യമിട്ട് US ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിന് പുറത്തു വെച്ചൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ്. Are you ready to move to the second phase of sanctions against Russia or punishing Putin? How is your call with the Prime Minister? റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ താരിഫ് ചുമത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റും പറഞ്ഞു. ഇത് റഷ്യയെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കും. പിന്നാലെ യുക്രൈനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നും സ്കോട്ട് പറഞ്ഞു. We are prepared to increase pressure on Russia, but we need our European partners to follow us, because if the US and the EU do this together, we are in a race now between how long can the Ukrainian military hold up versus how long can the Russian economy hold up. And if the US and the EU can come in, do more sanctions, secondary tariffs on the countries that buy Russian oil, the Russian economy will be in full collapse, and that will bring President Putin to the table. അജയ് തുടരുന്നുണ്ട്. അജയ്, ഇതാണ് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ US തുടരുകയാണ്. ഈ സ്ഥായിയായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതല്ല ഇത് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അശ്വതി, ഒരു ഭാഗത്ത് തല്ലുമ്പോൾ മറ്റൊരിടത്ത് തലോടുന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ആദ്യം മുതലേ ഒരു വ്യക്തതയില്ലായിരുന്നു. ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ആദ്യം സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആവശ്യമായതിനാൽ തന്നെ, അത് നിർണായകമായതിനാൽ തന്നെ മറുവശത്ത് ചൈനയെ തലോടുന്ന ഒരു നിലപാട് നമ്മൾ ചൈനയുടെ കാര്യത്തിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ ഒരു വിഷയത്തിലും ട്രംപ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയൊരു ഡിമാൻഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കയറ്റുമതി കുറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ നിലവിൽ ട്രംപിൻ്റെ ഈ തീരുമാനത്തിനെതിരെ അമേരിക്കയ്ക്ക് അകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ ശക്തമായി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാകണം അദ്ദേഹം ആദ്യം ഈ നിലപാട് കടുപ്പിച്ചെങ്കിലും പിന്നീട് മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് ഉൾപ്പെടെ വന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്നലെ US ഓപ്പൺ കാണാൻ വേണ്ടി അദ്ദേഹം ട്രംപ് പുറപ്പെടുന്ന ആ ഒരു വേളയിലാണ്. അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് US ഓപ്പണിന് വേണ്ടി പുറപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ഒരു ചോദ്യമായി ചോദിക്കുകയായിരുന്നു, റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അത് അതേ എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു. ഒറ്റ വാക്കിലായിരുന്നു മറുപടി. അതുപോലെ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ അടുത്തു നിന്ന് ചോദിച്ചിരുന്നു, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ തുടരുമോ എന്ന്. അപ്പോൾ അതിനും അതേ എന്നായിരുന്നു ട്രംപിൻ്റെ ഒരു മറുപടി. അതുപോലെ തന്നെ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള
സ്കോട്ട് ബെസറ്റും അദ്ദേഹവും ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധങ്ങൾ തുടരുമെന്നും യൂറോപ്യൻ യൂണിയനും കൂടി ശക്തമായിട്ടുള്ള ഉപരോധങ്ങൾ ഇത്തരം രാജ്യങ്ങൾക്ക് മേൽ ചുമത്തണമെന്നും എന്നാൽ മാത്രമേ റഷ്യയെ ഒരു സാമ്പത്തികമായി പിടിച്ച് ഒരു നിയന്ത്രണത്തിലാക്കി ഈ യുക്രൈന് മേലുള്ള ആക്രമണങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂ എന്നുമാണ് നിലവിൽ ഇവർ രണ്ടുപേരും വ്യക്തമാക്കിയിട്ടുള്ളത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം പുലികൾ ഇറങ്ങും. അരമണി കിലുക്കി കുടവയർ കുലുക്കി പുലിക്കൂട്ടം ഇന്ന് തൃശൂർ നഗരഹൃദയം കീഴടക്കും. പുലിക്കളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 9 ടീമുകളാണ് പുലിക്കളിയിൽ അണിനിരക്കുക. അയ്യന്തോൾ, കൊട്ടൻകുളങ്ങര, സീതാറാം മിൽ ലെയിൻ, ചക്കാമുക്ക, നായ്ക്കനാൽ, വിയൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ ദേശം, പാട്ടുരായ്ക്കൽ ടീമുകളുടെ പുലികളാണ് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിക്കുക. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ പുലിമടകളിൽ നിന്നും ചേരും അല്പസമയത്തിനകം. എന്തായാലും അവിടെ മെയ്യെഴുത്ത് പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ പുലികൾ ഓരോരുത്തരായി തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമുക്ക് പുലികളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ഫുൾ ടീം ന്യൂസ് 18 സജ്ജമാണ്. പൂർണ്ണമായും പുലിക്കളിയുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരുക്കങ്ങൾ നമ്മൾ കാണുന്നു. മന്ത്രി കെ രാജൻ പുലിയുടെ മെയ്യെഴുത്ത് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. നമ്മൾ എല്ലാ തവണയും കാണുന്ന പുലിക്കളിയിൽ കാണുന്ന ഒരു ദൃശ്യമാണ്. തൃശ്ശൂരുകാരുടെ വലിയ ആവേശമാണ്, അവരുടെ വികാരമാണ് പുലിക്കളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പുലികൾ നഗരവീഥിയിലേക്ക് ഇറങ്ങാനുള്ളത്. വലിയ ആവേശം എല്ലാ പുലിമടകളിലും ഉണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഭവ്യയും അഖിൽ ഓട്ടുപാറയും കുട്ടൻകുളങ്ങരയുടെ മടയിൽ നിന്നും ചേരുകയാണ്. ഭവ്യ, ആവേശം വാനോളമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ്. മെയ്യെഴുത്ത് തകൃതിയായി പുരോഗമിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും അശ്വതി, ഞങ്ങളിതാ കുട്ടൻകുളങ്ങരയുടെ മടയിലാണ്. പുലി മട തന്നെ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. നമുക്ക് എവിടെ നോക്കിയാലും പുലികളെ കാണാം. ഇപ്പോഴെന്തായാലും പുലികളുടെ ഒരുക്കങ്ങൾ, പുലി വര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതാ നമുക്കൊരു പുലിയെ പരിചയപ്പെടാം. എന്താ പേര്? ആൽവിൻ. ചെറിയ കുട്ടിപ്പുലിയാണോ ഇവിടുത്തെ? ആണോ? എത്ര വർഷമായി? 2ാമത്തെ വർഷം. വര പൂർത്തിയായിട്ടില്ല അല്ലേ? ഇതിങ്ങനെ ബുദ്ധിമുട്ടാണോ? ഇങ്ങനെ കുറെ നാള്? ബുദ്ധിമുട്ടൊന്നുമില്ല, ആവേശാണ്. നമുക്കിതൊരു ആവേശമാണ്. വർഷാവർഷം ഈ പുലിക്കളിക്ക് ഇങ്ങനെ ഇറങ്ങാന്നുള്ളത് നമ്മുടെ ഒരു നമ്മൾ പറയും സാധാരണ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അതേപോലെ നിങ്ങൾ പറയാറ് നമ്മൾ അടുത്ത പുലിക്കളിക്ക് കാണാൻ കെട്ടിയത് അല്ലേ? ഞങ്ങൾക്ക് ഓണത്തിന് മുന്നേ സീസൺ തുടങ്ങും. പുലിക്ക് വയറൊന്ന് പുലിക്ക് പെയിന്റ് ഉണങ്ങിയിട്ടില്ല, പെയിന്റ് ഉണങ്ങണം. അതാണ്. അപ്പൊ എന്തായാലും പുലി വരകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മള് നേരത്തെ പോയ മടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അശ്വതി. അത് ഇവിടെ കൂടുതലും പെൺകുട്ടികളാണ് വരയ്ക്കുന്നതാണ്. എന്താ പേര്? ഗ്രീഷ്മ. വരയ്ക്കുന്ന ആളാണ് അല്ലേ? പഠിക്കുകയാണ്? ഫൈൻ ആർട്സ് കോളേജ് പഠിക്കുക. ഇവിടെ കൂടുതലും പെൺകുട്ടികളാണോ വരയ്ക്കുന്നത്? അറിയില്ല. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ട്, വേറെ ആൾക്കാർ അറിയില്ല. ശരി ചേട്ടാ, ഇങ്ങനെ നിക്കണം കൊറേ നേരമായിട്ട്. വേദനിക്കുണ്ടോ? വൈബാണ്. നമ്മള് പൊളിക്കും, കപ്പടിക്കാൻ കുട്ടൻകുളങ്ങര. അത് പറയാൻ പറ്റില്ല. ഇതെന്ത് പുലിയാ ചേട്ടാ? ഏത്? വരയംപുലി. ചേട്ടാ എല്ലാ വർഷവും വരയംപുലിനാണോ വരയ്ക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, വരയ്ക്കും. ഇവിടെ ചെറിയൊരാളുണ്ട്. എന്താ പേര്? ആൽബിൻ. എത്ര വർഷമായി? 3 വർഷം. എന്ത് പുലിനെ വരയ്ക്കുന്നേ? ഇത് പുള്ളിപ്പുലി. വരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതാണ്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ വര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ചേട്ടൻ കുറെ നേരമായിട്ട് വരച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? അഖിൽ. ചേട്ടൻ എത്ര വർഷമായി? 2ാമത്തെ വർഷമാണ്. ശരി. അപ്പം ഇങ്ങനെ നിക്കണം കുറെ നേരമായിട്ട്. തീർച്ചയായും നമുക്ക് ഇറങ്ങണം അല്ലേ? ആവേശമാണ്. കുട്ടൻകുളങ്ങര കപ്പടിക്കോ? തീർച്ചയായും കപ്പടിക്കും. ഇവിടെ ഞാൻ വന്ന സമയത്ത് അശ്വതി നമ്മളിവിടെ കുറെ ആളുകളെ കണ്ടു. കൂട്ടത്തിൽ ഒരു പെൺ പുലിയെ കാണുകയാണ്. പുലി വേഷം കെട്ടാൻ പോകുന്ന ആളല്ല. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ യുവജനോത്സവത്തിന് ഒരു 5:30 മണിക്കട്ടിൽ ആ പാട്ടുപാടി സോഷ്യൽ മീഡിയ താരമായ ഒരാളുണ്ട്. ആളിവിടെ ഫോട്ടോഗ്രാഫറായി ഇവിടെ നടക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? പരിചയപ്പെടാം നമുക്ക്. പേരെന്താ? കൃഷ്ണ. കൃഷ്ണയുടെ പാട്ട് വൈറലായിരുന്നു, അറിയാം, ഓർമ്മയില്ലേ? ഇൻസ്റ്റഗ്രാം ഭരിച്ച ഒരു പാട്ടുകാരിയാണ്. ആ പാട്ടൊന്ന് പാടിയാലോ? നമുക്ക് ഒന്ന് വൈബായാലോ നമുക്ക്? ഓക്കെ.
അഞ്ജന മണിക്കട്ടിലുമേ നല്ല പഞ്ഞാണി തേർമെത്തേമേ അഞ്ജന പർവ്വതം പോലെ മങ്ക കിടപ്പു കാണുന്നേ കുന്നത്ത് കുന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മൂടി മങ്ക തൻ്റെ മുഖമഴകാണേ. അടിപൊളി. അപ്പോൾ ഈ പാട്ട് നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമൊക്കെ ഒരുപാട് ഭരിച്ചൊരു പാട്ടാണ്. ആ പാട്ട് പാടി ആളെ ഇവിടെ അവിചാരിതമായിട്ട് കണ്ടതാണ്. നമുക്കിവിടെ ആ കുട്ടംകുളങ്ങരയുടെ കുറേ ടീം നമുക്ക് അവരെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. കുട്ടംകുളങ്ങര കപ്പടിക്കോ? അടിക്കും 100%. ഇത് നമ്മുടെ പിന്നെ കൂട്ടത്തിലുള്ള വലിയ മൂത്തപ്പ പുലിയാണോ? അല്ല, ഇത് മൂന്നാം കൊല്ലമുള്ള മൂത്തപ്പ പുലി 51 കൊല്ലം പുലിയിലുണ്ട്. ആളെ പ്രതിയോഗിക്കണ് ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? കപ്പടിക്കുന്നതിന്റെ പ്രതീക്ഷ ഒരു 8 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ഇറക്കിയതാണ്. അപ്പൊ എന്തായാലും കപ്പടിക്കണം. ഇവരൊക്കെ എല്ലാവരും വലിയവരൊക്കെ ആയിട്ട് നല്ല പേരുണ്ടാക്കിയിട്ട് തന്ന ടീമായിരുന്നു. അപ്പൊ അത് കുറച്ചു കാലം ഗ്യാപ്പ് ഒന്ന് വന്നു. അപ്പൊ അത് പൂർണ്ണ ശക്തിയോടെ കുറെ കാലമായിട്ട് കുറെ കപ്പലൂടെ ഉണ്ട്. അതിലേക്ക് ഈ കൊല്ലത്തെ കപ്പ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിടെ വെക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ച് കുട്ടംകുളങ്ങര ഒരു ആവേശം ഒന്ന് കാണിച്ച് നമ്മുടെ പ്രേക്ഷകരെ. അതാണ് കുട്ടംകുളങ്ങര പൊളിയാണ്. കൂട്ടത്തിൽ ഒരു കുട്ടിപ്പൊലി ഉണ്ടല്ലേ? എന്താ പേര്? നിരഞ്ജൻ. കുട്ടിപ്പൊലി ഒരുങ്ങിയിട്ടില്ല, ഒരുങ്ങാൻ റെഡി ആവുന്നുള്ളൂ. നിരഞ്ജൻ ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട്? എക്സൈറ്റ്മെന്റിലാണോ? എത്രയാ പഠിക്കുന്നേ? നിരഞ്ജന്റെ അനിയനാണോ ഇത്? അനിയൻ വേഷം കെട്ടുന്നുണ്ടോ? ഇല്ല. ചേട്ടൻ വീട്ടില് പുലിയാണോ? ആണോ? വീട്ടില് പുലിയാണ്. നാട്ടില് പുലിയാണ്. അച്ഛനാണോ ഇത്? വല്യച്ഛനാണ്. അപ്പം വീട്ടില് പുലിയാണ്. ശരിക്കും പുലിയാൻ പോവാ. അപ്പൊ ഒരു കുട്ടി പുലി നിങ്ങളെ കൂട്ടത്തിലുണ്ട്. നമുക്കൊരു പാട്ടൊക്കെ പാടി കുട്ടംകുളങ്ങര ഒരു ആവേശം അങ്ങോട്ട് അറിയിച്ചാലോ? എന്നാ ആയിക്കോട്ടെ, ഒരു പാട്ട്. എല്ലാരും സ്റ്റെപ്പൊക്കെ വെച്ച് ഉഷാറാവില്ലേ? ഓക്കെ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാലിക്കാവിടെ ചിന്തും കണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാലിക്കാവിടെ ചിന്തും ചിന്തുണ്ടേ. നെഞ്ചും തിളയുന്ന സ്റ്റോപ്പ്. പാട്ട് വേറെ ആരും ഇവിടെ പാട്ടുകാരൊന്നും. അത് ശരി. അപ്പൊ എന്തായാലും നമ്മൾ പൊളിക്കാൻ പോവാണ്. കുട്ടംകുളങ്ങര തകർക്കും. ഓക്കെ. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. നമ്മളൊരു 2:15 കൂടിയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും കുട്ടംകുളങ്ങരയുടെ ഒരു ആവേശമാണ് നമ്മൾ കണ്ടത്. ഇവരെന്തായാലും ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പുലിച്ചേട്ടനുണ്ട്. കുറെ നേരമായിട്ട് ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ കമ്പും കുത്തി നിൽക്കുകയാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണോ ഇങ്ങനെ നിൽക്കാൻ? അടിപൊളിയല്ലേ? എക്സ്പീരിയൻസ് ആണ്. എവിടുന്നാ വരുന്നത്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. മൊത്തം തൃശ്ശൂരാണോ പുലിവേഷം കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. വേറെ ജില്ലയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ട്, പാലക്കാട് നിന്ന് വരുന്നവരുണ്ട്, എല്ലായിടത്തും വരുന്നവരുണ്ട്. ഇത് എന്ത് പുലിയാ? ഇത് വരയം പുലിയാണ്. കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ശരിക്കും ആള് പുലിയാണോ? ഞാൻ ഇവിടെ മാത്രമൊന്നുമല്ല, ഞാൻ കോഴിക്കോടൊക്കെ പുലി വേഷം കെട്ടാറുണ്ട്. കോഴിക്കോട് പുലിയാണോ? മൊത്തം ജില്ലയിൽ നടക്കുകയാണ് പുലിയായിട്ട്. അതായത് തൃശ്ശൂരിന്റെ ഒരു തനത് കലയാണല്ലോ പുലിക്കളി. അപ്പോ അവിടെ ഓരോ സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. അപ്പൊ പോയി വേഷം കെട്ടും. ഇവിടെ പുലി വരയ്ക്കുന്ന ഒരാളുണ്ട്. എങ്ങനെയുണ്ട് വരയൊക്കെ? കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അശ്വതി, ഞാൻ കുട്ടംകുളങ്ങര ദേശത്തിനൊപ്പമാണ് ഉള്ളത്. കുട്ടംകുളങ്ങര പുലിക്കാരുടെ മടയിലാണുള്ളത്. ഇവിടെ എന്തായാലും ഫുൾ കളറാണ്. ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ കാരണം വരകൾ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, വര പൂർണ്ണമാവുന്നേ ഉള്ളൂ. എന്തായാലും മൊത്തത്തിൽ ഇവിടെ കളറാണ്, വൈബാണ്. അക്കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയണം. ഇവിടെ ഒരു കാലിന് സുഖമില്ലാത്തൊരു ചേട്ടനടക്കം പുലിവേഷം കെട്ടുന്നുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് എത്തണം. അങ്ങനെ ഒരു കുട്ടി പുലി അടക്കമുള്ള ഒരു മടയാണ് കുട്ടംകുളങ്ങരയുടേത്. 51 പുലികൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ അരമണി കിലുക്കി വയറ് കുലുക്കി ഇവിടുത്തെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. ഇവിടെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അശ്വതി. ശരി ഭവ്യ, നമുക്ക് എന്തായാലും കുട്ടംകുളങ്ങരയിൽ നിന്ന് ശങ്കരൻകുളങ്ങരയുടെ പുലിമടയിലേക്ക് പോകാം. അവിടെ അനുമോദും നമ്മുടെ ക്യാമറ വിനോദും അവിടെ നിന്നും ചേരുന്നുണ്ട്. അനുമോദിലേക്ക്. അനുമോദ, പെൺപുലികളെ ഒന്നും ഇത്തവണ കണ്ടില്ലല്ലോ. നമ്മൾ എപ്പോഴും അവരിലേക്കൊരു ഫോക്കസ് കൊടുക്കാറുണ്ട്, കൂടുതൽ പെൺപുലികളെ ഇറക്കുന്ന പുലിമടകളൊക്കെ. എന്താണ് അവിടുത്തെ ശങ്കരൻകുളങ്ങരയുടെ വിശേഷങ്ങൾ? പുലിമടയിലാണ് നമ്മളുള്ളത്. പുലിമടയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എടുത്തു കാണാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടിപ്പുലികളാണ്. കൂടുതൽ കുട്ടിപ്പുലികളുള്ള ഒരു മടയാണ് ശങ്കരൻകുളങ്ങര നമുക്ക് കാണാൻ കഴിയുന്നത്. 10ഓളം പേര് ഈ ഒരു പുലിക്കളുടെ ഭാഗമായിട്ട് കുട്ടികൾ
വേഷം കെട്ടുന്നത്. അതുകൊണ്ട് ഒരു വൈബാണ് നല്ലത്. രഘുവട്ടൻ നമ്മോടൊപ്പം ചേരുന്നത്. രഘുവട്ടാ, എന്തൊക്കെയാ നമ്മളിവിടുത്തെ പ്രത്യേകത? ഇപ്രാവശ്യം നമ്മുടെ പുലിക്കളി പുലിമടയിൽ നിന്ന് 3 മണിക്ക് ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോ 5 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള പുലികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം 51 പുലികളുമായിട്ടാണ് ഒരു ശങ്കരവണ ദേശം പുലിക്കളി ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ടാബ്ലോ, പരിസ്ഥിതി സൗഹൃദം, ലഹരിക്കെതിരെയുള്ള അങ്ങനെ വലിയൊരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് നമ്മൾ ശങ്കരവണ ദേശം പുലിക്കളിക്ക് ഇറങ്ങുന്നത്. കുട്ടിപ്പുലികൾ എടുത്തു പറയണ്ടല്ലേ, 10ഓളം പേരുണ്ടല്ലേ? ഒരു 10-12ഓളം കുട്ടിപ്പുലികളുണ്ട്. അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇതൊക്കെ വേഷം കെട്ടാത്ത പുലികളാണോ? എല്ലാവരും എന്താണ് കുട്ടിപ്പുലിയുടെ പേര്? എത്രാം തവണ? ആദ്യത്തെ തവണയാണോ വേഷം കെട്ടാൻ പോണേ? എക്സൈറ്റ്മെന്റിലാണോ? നമ്മള് പകുതി പുലിയായി കഴിഞ്ഞു അല്ലേ? നമ്മള് നേരത്തെ കണ്ട അച്ഛൻ ഭക്ഷണം ഇതിലേക്ക് വായിലോട്ട് ആദ്യമായിട്ടാണ് വേഷം ആദ്യമായിട്ടാണ്. എന്താണ് ഈ പുലിവേഷം കെട്ടാൻ കാരണം? ഇതൊക്കെ പണ്ട് മുതലേ കണ്ട് അങ്ങനെ ഉണ്ടായതാണോ? നമ്മളെ പുലി ഇതിന്റെ ഏറ്റവും വലിയൊരു താളമാണ് അതിന്റെ ഒരു ആവേശം അല്ലേ? അങ്ങനെ നമുക്ക് താളത്തിലൊന്ന് കൊട്ടിയാലോ? കാഴ്ചകൾ കൂടി പങ്കുവെക്കാം. ഇവിടെ ഇതിന്റെ പുറത്ത് ഇവിടെ കുറച്ച് പുലികളൊക്കെ തന്നെ പകുതി പുലിയായിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇനിയിപ്പോ എന്തൊക്കെയാ ഇതിൽ വരാനുള്ളത്? ഇത് വരയം പുലിയാണോ പുലിപ്പുലിയാണോ? വരയം പുലിയാണ്. കടുവേനെ നമ്മള് വരയം പുലി എന്ന് പറയുന്നത് അല്ലേ? അവിടെ ഒരു കുട്ടിപ്പുലി ഇതാ പകുതി വരഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ മോന്റെ പേര്? എത്രാം തവണ ഇതിപ്പോ പുലിവേഷം കെട്ടുന്നത്? കഴിഞ്ഞ തവണ കെട്ടിയത് ആദ്യമായിട്ടാണ്. കന്നിപ്പുലിയാണ്. എന്താണ് ഇങ്ങനെ പുലിവേഷം കെട്ടാനുള്ള കാര്യം? ഏട്ടന്മാരെ കെട്ടുന്നതാ. ഇപ്പൊ നാളെ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ പറയോ? ഒപ്പം പഠിക്കുന്നവരൊക്കെ അങ്ങനെ വേഷം കെട്ടുന്നുണ്ടാ? ഇല്ല. എന്നാലും നമുക്കൊരു വൈബാണല്ലേ? വീട്ടിലാരെങ്കിലും കെട്ടാറുണ്ടോ? അച്ഛനോ ചേട്ടനാരെങ്കിലും കെട്ടിക്കുന്നുണ്ട് അങ്ങനെ? ഇല്ല. അവരൊക്കെ എന്താ പറഞ്ഞ് പുലിവേഷം കെട്ടാ പറഞ്ഞപ്പോ? നീ കെട്ടറാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ പുലിയാണ് കെട്ടറാണ്ടാവും അല്ലേ? ചേട്ടന് ഏത് പുലിയാണ് ആവാൻ പോകുന്നത്? വെറൈറ്റി പുലിയാണ്. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞേ നമുക്ക് ആരാന്ന് അറിയണമെങ്കിൽ അതിനാണ് നമ്മള് വെള്ള പൂശി അല്ലേ? അത് വരക്കാരന് മാത്രമേ അറിയുള്ളൂ. ഫൗണ്ടേഷനാണ്. ചേട്ടൻ ഇവിടെ എവിടെ തന്നെയാണ് സ്ഥലം? എല്ലാ വർഷവും അങ്ങനെ കിട്ടുന്നതാണ്. ഇവിടെ ഇത് വരയമ്പുലിയുടെ ഒരുക്കാണ് അതുകൊണ്ടല്ലേ? വരയമ്പുലിയാണ്. കടുവയാണ്. നമ്മളെ പുലിമുരുകളിൽ പറയും പോലെ നിങ്ങൾക്കത് കടുവയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് വരയമ്പുലി എന്ന് പറഞ്ഞാൽ ആയിരിക്കും. എന്താ എല്ലാ വർഷം കിട്ടുന്നതാണോ അതോ? രണ്ടാമത്തെ കൊല്ലാണ്. ഇതിങ്ങനെ ശരിക്കും മണിക്കൂറുകള് പെയിന്റ് അടിച്ച് നിക്കല്, അത് കഴിഞ്ഞ് വെയിലത്തുള്ള തുള്ളല്, ക്ഷീണറിയില്ല. അതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. ആളുകൾക്കൊന്നും ഈ ക്ഷീണം അറിയില്ല, ദാഹം അറിയില്ല. അതെന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു വൈബ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അതില് വരുന്നില്ല. ഏതാ മുഖംമൂടിയൊക്കെ, ഈ വീട്ടിലെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടാണ് ഈ കുട്ടികളൊക്കെ റെഡിയാകാൻ പോണത്. എന്താണ് പുലിവേഷം കെട്ടുന്നുണ്ടോ? ഇല്ല. കൂടെ നിൽക്കണു അല്ലേ? കൊട്ടാൻ പറയോ? കൊട്ടാറിയോ? ആളറിയോ? ഒന്ന് കൊട്ടിരിക്കേ ഞങ്ങളുടെ. അതാണ് പുലിക്കൊട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഭയങ്കര എല്ലാ ബ്ലഡിലുള്ളതാണ്. അത് ഈ മീനിനെ നീന്താൻ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ കൊട്ട് ഓട്ടോമാറ്റിക്കലി വരും. കാരണം അത് ഞങ്ങളുടെ ചോരലുള്ളതാ. അതാരും പഠിപ്പിച്ചിട്ടല്ല ഞങ്ങളെല്ലാം കൊട്ടണത്. ഞങ്ങൾ കൊട്ടുകാരല്ല. മേളം പഠിക്കണ പോലെ ഞങ്ങൾ ആരും പഠിക്കണില്ല. പക്ഷെ പുലിക്കൊട്ട് എല്ലാവരും കൊട്ടും. ഇതിന്റെ ഒരു കൊട്ട് 2 സ്റ്റെപ്പ് ആരായാലും വെച്ചു പോകും. ഇത് കേട്ടു ചേട്ടൻ ഈ കൊട്ടിന്റെ ഭാഗമാണോ? ടീമിന്റെ ഭാഗമാണോ? അസുരതാളാണ്. നമ്മുടെ ടീമാണ്. അവിടെ നമുക്ക് കാണാം. ഇതിന്റെ ഉള്ളിലും പുലികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെ വല്ലതും കഴിച്ചോ? എന്തായാലും മണിക്കൂറുകളുടെ ഒരു നീണ്ട ഇതിപ്പോ നമ്മള് വരയമ്പുലിയായിട്ടാണോ പുലിപ്പുലിയായിട്ടാണോ അറിയില്ല. അത് അപ്പൊ അവര് കാത്തു നിൽക്കുക എന്താന്ന് അറിയില്ല. പുലിക്ക് വയറ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വയറില്ലല്ലോ? ഇല്ല, വയറില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹമാണല്ലോ പുലിയിലേക്ക് എത്തിക്കുന്നത്. വയറില്ലെങ്കിലും നമ്മള് ആഗ്രഹം വയറിന് വേണ്ടി കാത്തിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി മാറി എല്ലാവരുടെയും ഒരു ഇതിലേക്ക് മാറി വന്നു. അതെ.
ഇവിടെ കുറെ നമുക്ക് കാണാം. വയറുള്ള പുലികൾ, വയറില്ലാത്ത പുലികൾ, പല വർണ്ണ പുലികൾ. ഇതാ കിളിപ്പച്ച പുലി അല്ലേ? ഇത് ഏത് പുലിയാട്ടാ? ഫ്ലൂറസെന്റ് ആണ്. ഇനി ഇതില് വരയാണോ കുത്താണോ? വരയാണ് വരിക. അപ്പൊ ഈ നമ്മള് ഒരുപാട് കാലം കഴിയുമ്പോ ഇതിന്റെയൊക്കെ ഒരു രൂപവും സ്വഭാവമൊക്കെ മാറുകയാണല്ലേ? മാറാൻ പാടില്ല. ഇത് പണ്ടുണ്ടായിരുന്നു തന്നെയാണ്. പണ്ടുണ്ടായിരുന്ന അത് പരിഷ്കരിച്ച് വീണ്ടും വീണ്ടും നിറങ്ങൾ പുതിയതൊക്കെ എടുക്കുന്നുണ്ടോ? ഇല്ല, പണ്ടുണ്ടായിരുന്ന അതേ കളർ തന്നെയാണ്. അതേ കളർ തന്നെ. എന്താ വ്യത്യാസം എന്താ വന്നിട്ടുള്ളത്? വ്യത്യാസങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ഇത്തിരി കൂടി വാർണിഷ് കൂട്ടി കഴിഞ്ഞാൽ ഇത്തിരി കൂടി തിളക്കം കിട്ടും. രാത്രിയൊക്കെയാണ് ഈ ലൈറ്റ് ഇടുമ്പോൾ ഇത്തിരി കൂടി ഭംഗിയുണ്ടാവും. അതാണ് ഫ്ലോറസെന്റിന്റെ പ്രത്യേകത. എന്താണെങ്കിലും പണ്ടത്തെക്കാട്ടിലൊക്കെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആണല്ലേ? അതെ അതെ, ആർക്കും അങ്ങനെ ഇതുവരെ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തിരി സമയം പിടിക്കും. അതൊരു പണി തന്നെയാണ്. അതാണ് ശരിക്കും പണി. ആവേശമൊക്കെ രാത്രി 8 മണിക്ക് കഴിയും. അല്ല, എന്നാലും അവർ പരസ്പരം സഹായിച്ചിട്ടാണ് അത് കഴുകി കളയാ. കമ്മിറ്റിക്കാരുണ്ടാവും കൂടെ. ഇതാണ് ഇതിന്റെ ഒരു നിറം. ഫ്ലൂറസെന്റ് ആണ് അല്ലേ? ഫ്ലൂറസെന്റ് അതാണ്. അപ്പൊ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ശങ്കരൻകുളങ്ങരയിലെ ഈ പുലിമടയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്. ഈ പുലിക്കളിയുടെ ആവേശം അത് ഓരോ മണിക്കൂറിലും കൂടി വരികയാണ്. അപ്പൊ നമുക്ക് വരും മണിക്കൂറുകളിൽ മറ്റൊരു പുലിമടയിൽ നിന്ന് കാണാം. ശരി അനുമോദ് എന്തായാലും ആ മൂഡിലേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു. നമുക്ക് പാട്ടുറായ്ക്കൽ ദേശത്തേക്ക് പോകാം. അവിടെ നവമിയും ധനേഷും ഉണ്ട്. നവമി, അവിടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി? അശ്വതി, ഇവിടെ ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലികളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പുലി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങി പകുതി എത്തിയവരുണ്ട്. ചേട്ടാ, എത്ര നേരമായി? കഴിയാറായില്ലേ? കഴിയാണ്. ഫസ്റ്റ് തുടങ്ങിയതാ. എത്ര മണിക്ക് തുടങ്ങി? 6 മണിക്ക് തുടങ്ങി. 6 മണിക്ക് നിന്ന് ക്ഷീണിച്ചോ? ക്ഷീണിച്ചിട്ടില്ല. ആവേശമാണല്ലേ? ആവേശമാണ്. നമ്മുടെ ഒരു കുട്ടിപ്പുലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പേര്? ജോസ്വി. ആദ്യമായിട്ടാണോ? ഇഷ്ടാണ് പുലി വേഷം കെട്ടാൻ? ഇവിടെ പെയിന്റ് അടിയൊക്കെ തുടങ്ങിയില്ലേ? തുടങ്ങും. ഇവിടെ ഒരാള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പെൺപുലി നിന്ന് പുലി വേഷം കെട്ടാൻ ഇഷ്ടാണോ? കെട്ടുന്നുണ്ടോ? ആണോ? ഡാൻസ് ഒക്കെ കളിക്കോ? പാട്ട് പാടോ? ഞങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ഒരു നാണക്കേടായിട്ട് നിൽക്കുകയാണ്. അശ്വതി, ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ന്യൂസ് 18ന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ ഇത്തവണ പുലിക്കളിക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് കേട്ടപ്പോ അശ്വതി അടക്കം ഞെട്ടിയിട്ടുണ്ടാവും ആരാന്ന്. നമ്മുടെ തൃശൂർ ബ്യൂറോയുടെ സാരഥി ആയിട്ടുള്ള ഡെയ്സറാണ് ഇത്തവണ പുലി കളിക്ക് ഇറങ്ങുന്നത്. ഹായ് ഡെയ്സർ. ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണല്ലേ? അതെ. ആദ്യമായിട്ടാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറെ കാലമായി ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് കന്നി ചോട് വയ്ക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ. കാണും. തീർച്ചയായിട്ടും കാണും. ഇതിപ്പോ എങ്ങനെയുണ്ട്? ഇതിങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. വരയ്ക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമാണ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. സന്തോഷം, വളരെ സന്തോഷം. ഇപ്പൊ എന്ത് തോന്നുന്നു? അല്ല, ഇപ്പോ മറ്റേ രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുന്നു. ഇവിടുന്ന് ആവേശത്തിന് മുട്ടി നിൽക്കുന്നു. അത് ഏകദേശം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ട്. അതടിക്കുന്നു വിചാരിക്കുക. അങ്ങനെ നമ്മളെ ഡെയ്സൺ റെഡി ആയിട്ടുണ്ട്. ഡെയ്സൺ, ഇത് എന്നെ വരച്ചിട്ടുള്ളത് ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. അവർ ആദ്യമായിട്ടാണ് ഇവരെ വരച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വർക്കിനെ പറഞ്ഞത്. പുലിക്കളിയുടെ ഉണ്ട്. ഞങ്ങളൊരു 8 പേരുണ്ട് വന്നിട്ടുണ്ട് ഫൈനാൻസിന്. ഇവിടെ ഒരു കുട്ടിപ്പുലി നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇത് ഒത്തിരി നേരമായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കമ്പിൽ പിടിച്ചിങ്ങനെ നിൽക്കാണ് പെയിന്റ് ഉണങ്ങാൻ. കൈയൊക്കെ വേദനിക്കുന്നില്ല? ഇല്ല, കുഴപ്പമില്ല. ചെറുതായിട്ടുള്ള പ്രശ്നമില്ല. ഫുഡൊക്കെ കഴിച്ചു? ഫുഡ് കഴിച്ചു. കുട്ടിപ്പുലി, ഹായ്. എന്താ പേര്? കൈലാസ്. ആദ്യമായിട്ടാണോ പോയത്? എന്ത് തോന്നുന്നു ഇപ്പോ? നല്ലത് തോന്നുന്നു. എല്ലാ വർഷവും ഇവിടെ വന്ന് കാണാറുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത്. പുലിക്കളി കാണുന്നതും ആദ്യമായിട്ട്? പുലിക്കളി കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ വേഷമൊക്കെ ഇടാൻ പോകുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ പുലിക്കളിയാണോ? പുലിവേഷമാണോ അതോ സാധാ പുലി തന്നെയാണ്? ഇവിടെ എത്ര പേരുണ്ട് മൊത്തം? 51 തോന്നുന്നു. ഇങ്ങനെ
51 പുലികളാണ് ഉള്ളത്. ഇവിടെ കുട്ടിപ്പുലികളുണ്ട്, സ്ത്രീകളുണ്ട്, നമ്മുടെ വനിതാ പുലികളുണ്ട്. പക്ഷെ അവരൊക്കെ മറ്റൊരു മുറിയിൽ ഒരുങ്ങുകയാണ്. നമുക്ക് അവര് റെഡി ആയതിനു ശേഷം മാത്രമായിരിക്കും കാണാൻ കഴിയുക. ചേട്ടാ എത്ര വർഷമായി? മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ വർഷമാണ്. ഇന്നലെ വന്നതാണ് ഇവിടെ. ഇന്നലെ വേറെ വർഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് വേറെ വർഷം ഏകദേശം കഴിയാറായി. ഫിനിഷിംഗ് ആയില്ലേ? ഫസ്റ്റ് ഉണ്ട് വരയ്ക്കാനുണ്ട്. ഒരാൾ വടി കുത്തി കുത്തി വരുന്നുണ്ട്. ഹായ്, എന്താ പുലിക്കുട്ടന്റെ പേര്? ഇഷാൻ. ഇഷാൻ ആദ്യമായിട്ടാണോ? ഇഷാൻ അല്ല അല്ല, ഇത് മുമ്പും കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എല്ലാ തവണയും വരും. ഇഷ്ടാണ് ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ. സ്റ്റെപ്പ് കാണിച്ചേ. കുറച്ച് കഴിയട്ടെ, ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ഇത് ഫിനിഷ് ആയിട്ട് വരാം. ഫിനിഷ് ആയിട്ട് വരുമ്പോ കാണിച്ചു തരാം. ഓക്കെ. എത്ര വർഷമായി ഇതിന്റെ ഒരു? ഞാൻ 2 വർഷമായിട്ടുള്ളൂ. ഞാനൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. കൂടെ തന്നെ വരയ്ക്കായിരുന്നു. അപ്പൊ പിന്നെ അതൊരു ക്രൈസ് നൽകി 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ പെയിന്റ് കൂട്ടുകൾ ചേർക്കുമ്പോഴത്തേക്കും? അല്ല, കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഞാൻ കരിമ്പുലികളെയാണ് കൂടുതലായിട്ട് ചെയ്യണത്. ഇപ്പോൾ ബേസ് അടിച്ചിട്ടേക്കാണ്, ഫിനിഷ് ചെയ്തിട്ടില്ല. പിന്നെ സിൽവർ കളറിലുള്ള എത്ര തരം പുലികൾ ഒരുപാട് തരമുണ്ട്. ഇപ്പൊ ഫ്ലോറിസെന്റ് കളറൊക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് പുലികളെ സൃഷ്ടിക്കാം. ആ രീതിയിൽ നമ്മളെ ക്രിയേറ്റീവ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ബോഡി പെയിന്റിന്റെ ഒരു മാസ് ഇതാണ് ശരിക്കും. സർപ്രൈസ് ഉണ്ട് അതുണ്ട്. അത് കാണാൻ നമ്മള് പുലികൾ സർപ്രൈസ് ഒന്നല്ലേ, പുറത്തേക്ക് വരുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. എത്ര വർഷമായി? ഞാനിപ്പോ ഇവിടെ പാട്ടരേഖില് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. പിന്നെ അതിന് മുന്നേ ഒരു 10-14 വർഷം വരെ ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നപ്പോ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇക്കൊല്ലം വീണ്ടും. ഞാൻ മെർച്ചന്റ് നേവിയിലെ ഒരു ഓഫീസറാണ്. ഈ കലയോടുള്ള അഭിനിവേശം കൂടുതലുള്ളതാണ്. അതാണ് അശ്വതി, ഒറ്റത്തവണ ഈ ഒരു പുലിവേഷം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് അതാണ് നവമി. ശരിക്കും അവിടെ കഴിഞ്ഞ തവണയൊക്കെ പുലികളിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, പലർക്കും അറിയില്ല അവരേത് പുലിയാണെന്ന്. ഈ വരയ്ക്കുന്നവരുടെ ക്രിയേറ്റിവിറ്റി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നവമിയോട് സംസാരിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ അവസാനമേ അറിയാൻ കഴിയുള്ളൂ ഞാൻ ഏത് പുലിയാണെന്ന്. പുലി വരയ്ക്കുന്നവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വലിയ ഒരു വർണ്ണ കാഴ്ച കാത്തിരിക്കുകയാണ് നമ്മൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.